നമസ്കാരം. സംവരണവും അവശക്രൈസ്തവരും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവശക്രൈസ്തവർ എന്നുള്ള പ്രയോഗം തന്നെ ഇപ്പോൾ നിലവിലില്ല എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദളിത് ക്രൈസ്തവർ എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. 1950 മുതൽ കേരളത്തിൽ ദളിത് ക്രൈസ്തവർ തന്നെ അവശക്രൈസ്തവർ എന്ന് സംബോധന ചെയ്തിരുന്നു. പിന്നീട് ദളിത് എന്നുള്ള വാക്ക് രൂപപ്പെട്ടതിന് ശേഷം ദളിത് ക്രൈസ്തവർ എന്ന് സാമൂഹ്യ മണ്ഡലത്തിലും കേരള സംസ്ഥാന ഗവൺമെന്റ് അതിനെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ എന്നും PSCയുടെ നിയമനത്തിൽ OX അതർ ക്രിസ്ത്യൻ എന്നും വിളിക്കുക. ഈ ദളിത് ക്രൈസ്തവരുടെ സംവരണ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായില്ല. പക്ഷേ ഈ സെമിനാറിൽ, ഈ സംവരണ ചർച്ചയിൽ അത് പ്രധാനപ്പെട്ട ഒന്നായി എടുത്തുകാട്ടുവാൻ സോളിഡാരിറ്റി തയ്യാറായത് സംവരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം അത് അതിന്റെ പൂർണ്ണമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നവും ചർച്ച ചെയ്യണം എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പൊതുവിൽ കൺവേർഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർത്തമാന ഇന്ത്യയിൽ വളരെ കലുഷിതമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഒന്ന്, ദളിത് ക്രൈസ്തവരുടെ പ്രശ്നവും ദളിത് മുസ്ലിങ്ങളുടെ പ്രശ്നവും. കാരണം വ്യാപകമായിട്ടുള്ള കൺവേർഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന മതമാറ്റം ക്രൈസ്തവ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഞാൻ പോരുന്ന വഴിക്ക് ഒരു വലിയ കട്ടൗട്ട് ശ്രദ്ധിച്ചത് മതം മാറ്റം എന്ന് പറയുന്നത് ശരിയല്ല എന്നും മതം മാറ്റുന്നവരുടെ പൈശാചികമായ മാനസികാവസ്ഥയാണ് മാറേണ്ടത് എന്ന് പറയുന്നത്. മതം മാറ്റുന്നവരുടെ പൈശാചികമായ മാനസികാവസ്ഥയാണ് മാറേണ്ടത് എന്നാണ് അതിൽ കാണുവാൻ സാധിച്ചത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുള്ള മുഴുവൻ കൺവേർഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ മതം മാറ്റങ്ങൾ ശരിക്കും കൺവേർഷൻ ആയിരുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു സ്വയമേ ആർജിക്കുന്ന, ഒരു മതത്തെ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ മത ആരോഹണം അല്ലെങ്കിൽ റിലീജിയസ് ആക്സഷൻ എന്നുള്ള ടെർമിനോളജി കൊണ്ട് നമ്മളിപ്പോൾ വിളിക്കുന്നത്. റിലീജിയസ് ആക്സഷൻസ് ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അൺടച്ചബിലിറ്റി, അസ്പർശ്യത എന്ന് പറയുന്ന മാരകമായിട്ടുള്ള സാമൂഹ്യ തിന്മയ്ക്കെതിരെ അവിടെ നിന്നും അതിന്റെ ഭാഗമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും ഒരു വിഭാഗം ജനത്തിന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും അവസാനത്തെ മാർഗം എന്നുള്ള നിലയിൽ അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ചില മതങ്ങൾ അതിന് തയ്യാറായപ്പോൾ അത് ഏറ്റെടുക്കുകയും അത് സ്വയം ആർജിക്കുകയും ചെയ്തു. കൺവേർഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യവസ്ഥാപിത മതത്തിൽ നിന്നും കൂടുതൽ ഡിഗ്നിറ്റിയും കൂടുതൽ സാമൂഹ്യ സുരക്ഷിതത്വവും ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റൊരു വ്യവസ്ഥാപിത മതത്തിലേക്കുള്ള കൂറുമാറ്റത്തെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ കൂറുമാറുവാൻ അവർക്ക് സ്വന്തമായൊരു മതമില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഹൈന്ദവ മതം ആണ് പട്ടികജാതിക്കാരുടെ മതം എന്ന് പട്ടികജാതിക്കാരും പറയുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് അധികാരികമായി സംസാരിച്ചിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹവും പറയുന്നില്ല. മറിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദുമതത്തിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്നതാണ്. അങ്ങനെ ആരോപിതർ മാത്രമാണ്. മറിച്ച്